അപ്പൊ അടുത്ത വരി പറയുന്നുണ്ട്, കൽപ്പിച്ച പോലെ വരുമെന്നു നിനച്ചു കണ്ടിട്ട് അർപ്പിച്ചിടും അവിടേക്കെയും അടിയനൊക്കെയും അങ്ങു ശംഭോ. അങ്ങ് കൽപ്പിച്ചതുപോലെ മാത്രമേ ഈ ലോകത്ത് സംഭവിക്കുകയുള്ളൂ. ആര്? നമ്മൾ പറയണത് ഞാൻ പറഞ്ഞ പോലെ ഇവിടെ നടക്കുള്ളൂ എന്നുള്ളതാണ് അല്ലേ? നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ഗർവമൊക്കെ കൂടി നമ്മുടെ അഭിമാനവും അഹങ്കാരവും ഒക്കെ വർദ്ധിച്ച് പറയണത് ഞാനില്ലെങ്കിൽ കാണായിരുന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് പലപ്പോഴും. പക്ഷേ ഈ ഞാൻ എന്നതിനെ ഞാനാക്കി മാറ്റിയ മഹാശക്തി മോളിലുണ്ട്. ആ ശക്തി ഒരു പക്ഷേ നമ്മളെ നോക്കി ചിരിക്കുമായിരിക്കാം. ആ ശക്തിയുടെ കഴിവല്ലാതെ ഈ ജഡശരീരത്തിൽ എന്തുണ്ട്? ഇപ്പൊ മരിച്ചു കിടക്കുന്ന ഒരാൾക്ക് നമ്മളെ പോലെ കണ്ണുണ്ട്, കാതുണ്ട്, മൂക്കുണ്ട്, നാക്കുണ്ട്. പക്ഷേ കണ്ണുകൊണ്ട് അദ്ദേഹം കാണുന്നില്ല, കാതുകൊണ്ട് അദ്ദേഹം കേൾക്കുന്നില്ല, നാവ് കൊണ്ട് അദ്ദേഹം സംസാരിക്കുന്നില്ല. ഇതൊക്കെ സത്യമല്ലേ? അപ്പൊ ആ ശക്തി, ആ ചേതന അതിൽ നിന്ന് അറ്റുപോയില്ലേ? സത്തത്തിൽ നിന്ന് പോയി. സത്ത് പോയി എന്ന് പറഞ്ഞിട്ടാണ് അത് പിന്നെ നമ്മുടെ നാട്ടിൽ പുറത്തെ ഭാഷയിൽ ചത്തുപോയി എന്ന് പറയാറായിട്ടുള്ളത് അല്ലേ? അപ്പൊ സത്ത് ഈ ശരീരത്തിലേക്ക് ആവേശിക്കുന്നതിന് ജനനം, ആ ജനനത്തിന്റെ മഹത്തായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ജനനം മുതൽ ഗർഭാധാന സംസ്കാരം മുതൽ അന്വേഷ്ടി വരെയുള്ള ഷോഡശ സംസ്കാരങ്ങൾ നമുക്കുണ്ട്. ആ സംസ്കാരങ്ങളെ മുഴുവൻ ഓടിച്ച് ഒരു ഓട്ടപ്രദക്ഷിണമാണ് ശരിക്കും ഈ പദ്യത്തിലൂടെ നമുക്ക് നടത്താനുള്ളത് എന്നുള്ളതാണ്. അപ്പൊ ഗർഭസ്ഥ ശിശു വളർന്നു വലുതായിട്ടുള്ള തിരിച്ചറിവിലേക്ക് വരുമ്പോൾ ഈശ്വരന്റെ മുന്നിൽ ചെന്ന് നിന്ന് പറയാണ്, ഈശ്വരനോട് പറയാണ്, അങ്ങ് കൽപ്പിച്ചതുപോലെയാണ്, അങ്ങയുടെ ടൈം ടേബിളിലാണ് ഈ ലോകം സഞ്ചരിക്കുന്നത്. ഇത് മനസ്സിലാക്കിയിട്ട് എനിക്ക് ഞാൻ ഒന്നും തന്നെയല്ല, എന്നിലൂടെ പ്രവർത്തിക്കുന്നത് നീ എന്ന ചേതനയാണ്. ഞാനിതാ അവിടത്തേക്ക് എൻ്റെ ശരീരത്തെയും മനസ്സിനെയും സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് സാഷ്ടാംഗം പ്രണമിക്കുന്ന വരിയാണ് ആദ്യം. അപ്പൊ ഈ സമർപ്പണങ്ങളൊക്കെ പൂർണ്ണമാകുന്നത് നമ്മൾ ഗുരുദേവന്റെ അടുത്ത് സമർപ്പിക്കാറുണ്ടല്ലേ, ക്ഷേത്രങ്ങളിൽ പോയി നമ്മൾ സമർപ്പിക്കാറുണ്ടല്ലേ. പക്ഷേ നമ്മളൊക്കെ സമർപ്പിക്കുമ്പോഴും അതിൽ പൂർണ്ണത ഉണ്ടാവാറില്ല പലപ്പോഴും. ഇപ്പൊ ഒരു ക്ഷേത്രത്തില് ഒരാള് എന്തെങ്കിലും കൊണ്ട് സമർപ്പിക്കുന്ന സമയത്ത് ഇത് എന്റെ വക അല്ലെ പറയാറില്ലേ നമ്മള്? ഇത് എന്റെ വക എന്ന് എഴുതി വെക്കാറുണ്ട്, വലിയ അക്ഷരത്തിൽ നമ്മൾ എഴുതി വെക്കാറുണ്ട്. ഞാൻ പലപ്പോഴായി ഈ പ്രഭാഷണങ്ങളിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു ആചാര്യൻ പറഞ്ഞു കേട്ടതാണ്. ആവർത്തന വികസത വരുന്നില്ലെങ്കിൽ നിങ്ങളോടും ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ സമർപ്പണങ്ങളൊക്കെ തന്നെ നമ്മളെ ആരാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ആരാണ് അല്ലേ? ഒരാള് 10,000 കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ആള് 15 കൊടുക്കുന്ന മത്സരത്തിലേക്കാണ് നമ്മുടെ സമർപ്പണങ്ങൾ നീങ്ങുന്നത്. അപ്പൊ നമ്മുടെ ക്ഷേത്രത്തിലേക്ക് സമർപ്പിക്കുമ്പോഴും നമ്മുടെ ഒരു മന്ദിരത്തിലേക്ക് സമർപ്പിക്കുമ്പോഴും എഴുതി വെച്ച് കൊടുത്തോളൂ, എഴുതി വെക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ആ ഞാൻ എന്ന ഭാവം അതിൽ വെക്കാണ്ടിരിക്കണം. ഇത് ഞാനാണ് കൊടുത്തത് കേട്ടോ, ഇത് ഞാനാണ് ഉണ്ടാക്കിയത് കേട്ടോ എന്നുള്ള ഗർവ് അതിൽ വെക്കാണ്ടിരിക്കണം എന്നാണ്. ഒരു ക്ഷേത്രം ഉണ്ടായിരുന്ന പോലും അവിടെ ശിവൻ, പാർവതി, ഗണപതി, അയ്യപ്പൻ, മുരുകൻ ഇങ്ങനെ കുടുംബസ്ഥനായ ഒരു ശിവന്റെ ക്ഷേത്രം, ഭഗവാൻ പരമശിവന്റെ ഒരു ക്ഷേത്രം. അത് അവിടെ ഒരു കൊടിമരം ഉണ്ടായിരുന്നു. കൊടിമരം ചെമ്പ് പൂശാനുള്ള ധാരണയ്ക്ക് വേണ്ടി അവിടുത്തെ ആളുകളൊക്കെ ഇങ്ങനെ തടിച്ചു കൂടിയിരിക്കുക. കമ്മറ്റിക്കാരുണ്ട്, നാട്ടുകാരൊക്കെ ഉണ്ട്. കൊടിമരം എന്ത് ചെയ്യാൻ വേണ്ടി? ചെമ്പ് പൊതിയാൻ വേണ്ടിയിട്ടുള്ള അല്ലേ? അപ്പൊ ക്ഷേത്രമൊക്കെ ഡെവലപ്പ് ചെയ്യണം. കാരണം ക്ഷേത്രം എന്ന് പറയുന്നത് നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ടതാണ്, നമ്മുടെ ജീവനുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. ക്ഷേത്രത്തെ നമ്മൾ അഭിവൃദ്ധിപ്പെടുത്തണം അല്ലേ? എന്നാലും നമ്മുടെ ജീവനും ശരീരത്തിനും ഒക്കെ പുഷ്ടി ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതൊരു ശാസ്ത്ര സത്യം തന്നെയാണ്. പക്ഷേ നമ്മളൊക്കെ മോടി പിടിപ്പിക്കാൻ നടക്കുന്ന ആളുകളാണ്. നമ്മളെപ്പോഴും ഒരു ഉത്സവം നടക്കുമ്പോഴാണെങ്കിലും ഒരു ആരാധനാലയത്തിൽ എന്ത് നടക്കുമ്പോഴാണെങ്കിലും അതിൻ്റെ ഭൗതികപരമായിട്ടുള്ള മോടികളിൽ മാത്രമായിരിക്കും നമ്മുടെ ശ്രദ്ധ. അതിനെ എങ്ങനെ മോടി പിടിപ്പിക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ ക്ഷേത്രം കെട്ടി ഒരു ആരാധനാലയം നല്ല രീതിയിൽ ഉണ്ടായി എല്ലാവർക്കും ഭക്തജനങ്ങൾക്കൊക്കെ വരാനുള്ളൊരു സങ്കേതമായിട്ട് അതിനെ നന്നായി നിലനിർത്തിക്കൊണ്ട് പോയിട്ട് നമ്മളുടെ ധർമ്മമാണ്. പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് അതിൽ സ്വർണം പൊതിയാനും അതുപോലെ കൊടിമരം സ്വർണം പൂശാനും അതിൽ ചെമ്പ് പൊതിയാനും ഒക്കെയുള്ള ആ പൈസ, അതിന് ചിലവാക്കുന്ന ആ പൈസ, നമ്മുടെ ചുറ്റും എത്ര ദരിദ്രരായിട്ടുള്ള ആളുകളുണ്ട്, അവരുടെ വിദ്യാഭ്യാസം, കുട്ടികൾ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളുണ്ട്, അവർക്കുള്ള ആ വിദ്യാഭ്യാസത്തിനുള്ള ചിലവ്, ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക് അല്ലെങ്കിൽ സമൂഹ സേവയ്ക്ക് വേണ്ടി ആ പൈസ നമ്മൾ എന്തുകൊണ്ട് മാറ്റിവെക്കുന്നില്ല? ഇപ്പം പല സംഘടനകളും ഒരുപാട് ചാരിറ്റി ചെയ്യുന്നുണ്ട്, സാമൂഹികമായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഭൂരിഭാഗം കാര്യങ്ങളും നടക്കുന്നത് ഇങ്ങനെയുള്ള പുറമേയുള്ള കാര്യങ്ങൾ, ഭൗതികപരമായിട്ടുള്ള എന്തൊക്കെയൊക്കെയോ മോടി പിടിപ്പിക്കലിൻ്റെ പിന്നെയാണ് നമ്മളൊക്കെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അത് ചെയ്യട്ടെ, നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഇവിടെ സാമൂഹികമായിട്ടുള്ള പല
ദാരിദ്ര്യങ്ങളും പല അസമത്വങ്ങളും നമ്മൾ കണ്ടില്ലെന്ന് നടിക്കാൻ പാടുണ്ടോ എന്നാണ് നമ്മൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാവേണ്ടത്. അപ്പം ഞാൻ ഈ കഥയിലേക്ക് വരാം. അതായത് ആ ക്ഷേത്രത്തിൽ കൊടിമരം ചെമ്പ് പൂശുന്നതിലേക്കായിട്ട് ആളുകളുടെ ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ആളുകളൊക്കെ ഒത്തുകൂടിയിട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് ഒരു ധനികൻ അടുത്ത് താമസിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് രാമചന്ദ്രൻ എന്ന്. ആരെങ്കിലും ആ പേരിലുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കൂ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന കഥാപാത്രമല്ല. ഈ രാമചന്ദ്രൻ എന്ന് പറഞ്ഞ ധനികൻ ആർക്കും 5 പൈസ കൊടുക്കില്ല. അത്രയും പിശുക്കനായിരുന്നു. പിശുക്കൻ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതുപോലെ ഒരാളായിരുന്നു. ഇദ്ദേഹത്തിന് ഒരു സുപ്രഭാതത്തിൽ തോന്നി, ഞാൻ ഈ പണമൊക്കെ വെച്ചിരുന്നതിന് ശേഷം പണത്തിന്റെ ഇപ്പോൾ നമുക്ക് ഡെഫിനേഷനൊക്കെ എങ്ങനെയാ പറയാം, പണം ചെയ്യുന്നത് എന്താണോ അതാണ് പണം അല്ലേ? അങ്ങനെ ഒരു നിർവചനമല്ലേ പണത്തിന് കൊടുക്കാം. മിണ്ടാതെ അത് അകത്തിരുന്ന് കഴിഞ്ഞാൽ അതിന് വല്ല വിലയുണ്ടോ? അത് വിനിയോഗം ചെയ്യുമ്പോഴാണ് അതിന് വിലയുണ്ടാകുന്നത്. അതുകൊണ്ടാണ് അതിന്റെ ടേം കറൻസി എന്നായത്. കറന്റ് ഒഴുകിക്കൊണ്ടിരിക്കണം, അപ്പോഴേ പണത്തിന് മൂല്യം ഉണ്ടാവുകയുള്ളൂ. അപ്പൊ ഇദ്ദേഹത്തിന് തോന്നി, ഞാൻ കുറച്ചു പേർക്കൊക്കെ കുറച്ച് പണമൊക്കെ സഹായിച്ചാൽ എല്ലാവരും എന്നെ ചെയ്യുമല്ലോ, എന്നെ എല്ലാവരും സ്തുതിച്ച് പാടുമല്ലോ എന്ന് കരുതി പൊങ്ങച്ചത്തിന് വേണ്ടി മാത്രം ഇയാളൊന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് നമ്മുടെ അമ്പലത്തിൽ ഇത്രയധികം ആളുകൾ തടിച്ചുകൂടിയിരിക്കുന്നത്. അപ്പൊ ചോദിച്ചു, എന്താ ഇവിടെ തിരക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തോട് കമ്മിറ്റി സെക്രട്ടറി പറഞ്ഞു, അതെ, കൊടിമരം ചെമ്പ് പൂശാൻ വേണ്ടിയിട്ട് ഒരു മീറ്റിംഗ് ആണെന്ന് വെച്ചിരിക്കണം, അടുത്ത ആഴ്ച ചെയ്യാമെന്നാണ് വിചാരിക്കണേ എന്നുള്ളത്. അപ്പൊ അതെന്ത് ചെമ്പാക്കിയത്, നിങ്ങൾക്ക് സ്വർണ്ണമൊന്നും കിട്ടിയില്ലേ? ആര് ചോദിച്ചു? നമ്മുടെ രാമചന്ദ്രൻ ചോദിച്ചു, സ്വർണ്ണമൊന്നും നിങ്ങൾക്ക് കിട്ടിയില്ലേ ചോദിച്ചു. അപ്പോൾ സെക്രട്ടറി പറഞ്ഞു, ഇല്ല, അതൊക്കെ പിരിച്ചുണ്ടാക്കിയിട്ട് വേണ്ടേ, ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു. അതെ, സ്വർണ്ണം പൂശാനുള്ള പൈസ ഞാൻ തരാം, സ്വർണ്ണം പൂശാനുള്ള പൈസ ഞാൻ തരാം, ഗംഭീരായിക്കോട്ടെ പരിപാടി. ആർക്കും അത്ര വിശ്വാസമൊന്നും പോരാ. കാരണം എന്താ, പിശുക്കനാണ് ഇങ്ങനെ പറയുന്നത്. അവസാനം എഗ്രിമെന്റ് പേപ്പറൊക്കെ കൊടുക്കേണ്ടി വരുന്നു. സ്വർണം പൂശാനുള്ള പൈസ തരാന്ന് ഏറ്റു. എല്ലാവർക്കും സന്തോഷമായി. നമ്മുടെ ക്ഷേത്രമുറ്റത്ത് എന്താ ഒരു സ്വർണ്ണ കൊടിമരം വന്നു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷമല്ലേ? അപ്പൊ എല്ലാവർക്കും സന്തോഷമായി. അങ്ങനെ കമ്മിറ്റി മീറ്റിംഗ് ഡിസ്പേഴ്സ്ഡ്, എല്ലാവരും പിരിഞ്ഞു പോവാണ്. ഈ പിരിഞ്ഞു പോവാൻ നിൽക്കുന്ന സമയത്ത് രാമചന്ദ്രൻ ചേട്ടൻ സെക്രട്ടറിയെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ, കൊടിമരം പൂശാനുള്ള സ്വർണ്ണമൊക്കെ അതിനുള്ള പൈസയൊക്കെ ഞാൻ തരാം, പക്ഷെ എൻ്റെ പേര് അതിൻ്റെ അടിയിൽ വലുതായിട്ടൊന്ന് എഴുതി വെക്കണം കേട്ടോ എന്ന് പറഞ്ഞു. ഓന്ന് പറഞ്ഞു. കമ്മിറ്റി സെക്രട്ടറി പൈസ കിട്ടാൻ റെഡിയായപ്പോൾ അടിയിലല്ല എവിടെ വേണമെങ്കിലും എഴുതാന്ന് പറഞ്ഞിട്ട് അവർ പോയി. അങ്ങനെ വരുന്ന വെള്ളിയാഴ്ചയാണ് നമ്മുടെ ഈ ചടങ്ങ്. നമ്മുടെ ക്ഷേത്രമുറ്റത്ത് കൊടിമരം സ്വർണം പൂശിയുള്ള ഉദ്ഘാടനം, അനാച്ഛാദന ദിവസം. വലിയ വലിയ സിനിമാ നടന്മാരൊക്കെ വരുന്നുണ്ട്, സെലിബ്രിറ്റീസ് ഒക്കെ വരുന്നുണ്ട്. എല്ലാവരും നല്ല ഉത്സാഹത്തിലാണ്. ഭക്തജനങ്ങൾക്ക് ഭക്തി ഒന്നുകൂടി അധികരിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയായിട്ട് അവിടെ ഇങ്ങനെ വലിയ സന്തോഷത്തിൽ നടക്കാം. അതിന്റെ ഇടയിലൂടെ വേറൊരു കാര്യം പറയട്ടെ. പണ്ടൊക്കെ നമ്മുടെ മുത്തശ്ശിമാർ പറയും, ഈ ക്ഷേത്ര ദേവതകളൊക്കെ രാത്രി അത്താഴ പൂജ കഴിഞ്ഞ് തിരുമേനി പോയാൽ ഇറങ്ങി നടക്കും എന്ന്. നിങ്ങൾക്ക് അതിൽ വിശ്വാസമുണ്ടോ? ഇല്ല അല്ലേ? ഉണ്ടോ? ഇല്ല. ഞാനും അമ്മമ്മ പറഞ്ഞപ്പോഴൊന്നും വിശ്വസിച്ചില്ല. മുത്തശ്ശിമാര് പറഞ്ഞപ്പോഴൊന്നും അപ്പൊ അമ്മമ്മ പറഞ്ഞെങ്ങനെയാണ്, വിശ്വസിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി, ഒരു ദൃഷ്ടാന്തം പറഞ്ഞു തന്നു. പണ്ട് ദാസൻ കുറ്റിക്കാട്ടിലൂടെ അറിവ് തേടിയുള്ള അദ്ദേഹത്തിന്റെ യാത്രയിൽ, ഇനി നാളെ ആവട്ടെ യാത്ര, ഇരുട്ടി, സന്ധ്യ മയങ്ങി ഇരുട്ട് പ്രവേശിച്ചു തുടങ്ങി. അപ്പൊ ഇനിയിപ്പോ യാത്ര ചെയ്യാൻ ധൈര്യം പോരാ. അപ്പൊ കാണുന്ന കുറ്റിക്കാട്ടിലെ ഒരു ഏകദേശം ഒരു ജീർണിച്ചു എന്നാലും വാതിലും ഒക്കെ ഉണ്ട് ഒരു വീട് പോലെ തോന്നി. അദ്ദേഹം ആ വീട്ടിൽ കയറി, വാതിലൊക്കെ തുറന്നിട്ടിരിക്കുകയാണ്. കയറി കിടന്നു. പുലർച്ചെ, ഇത് നമ്മുടെ കാളി ഭഗവതിയുടെ ക്ഷേത്രമായിരുന്നു. കാളി ദേവി ഊര് ചുറ്റാൻ പോയിരിക്കുകയായിരുന്നു. അത്താഴ പൂജയൊക്കെ കഴിഞ്ഞ ശേഷം ആ ഒരു സമയത്ത് ദേവി എവിടെ പോയി? ഊര് ചുറ്റാൻ പോയി. അപ്പൊ ക്ഷേത്ര ദേവതകളൊക്കെ ഇങ്ങനെ ചുറ്റാറുണ്ട്. നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും. എന്തിനു വേണ്ടിയിട്ട് അവർ ചുറ്റി നടക്കണേ? നമ്മുടെ യോഗക്ഷേമം പരിപാലിക്കാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോ പന്നി ആറാട്ട്, പള്ളിവേട്ട തുടങ്ങിയിട്ടുള്ള ചടങ്ങുകളൊക്കെ ക്ഷേത്രത്തിൽ നടത്തില്ലേ? അതെന്തിനാ? നമ്മുടെ യോഗക്ഷേമം പരിപാലിക്കുന്ന ഒരു രാജാവിന്റെ സ്ഥാനത്താണ് ആര്? ക്ഷേത്ര ദേവത ഇരിക്കുന്നത്. അപ്പൊ നമ്മുടെ മൃഗീയമായ വികാരങ്ങളെ വേട്ടയാടുകയാണ് ചെയ്യുന്നത്. ഒരു പന്നിയെ ഒരു ബൊമ്മയായിട്ട് സൃഷ്ടിച്ച ഒരു വേട്ടക്കാരനൊപ്പം ഉണ്ടാവൂലേ, അമ്പും വില്ലും ഒക്കെ എടുത്ത് അതിനെ പന്നിയെ കൊല്ലുന്ന ഒരു കാഴ്ച നമ്മുടെ ക്ഷേത്രത്തിലെ മിക്കവാറും ക്ഷേത്രങ്ങളിലെ ചടങ്ങുകളിലൊക്കെ ഉണ്ട്. ഇനി ഒന്നും വേണ്ട, ഓണത്തിന് പുലിക്കളി. എന്താ പുലിക്കളി? പുലികൾ ഇങ്ങനെ അവിടെ ചാടി തുള്ളി മതിക്കുന്നു, അതിന്റെ പുറകിൽ ഒരു വേട്ടക്കാരല്ലേ തോക്കുമായിട്ട് വന്നിട്ട്. എന്താ ഇതിന്റെ അർത്ഥം? സമൂഹത്തിലുള്ള മൃഗീയമായിട്ടുള്ള വികാരങ്ങളെ വേട്ടയാടുകയാണ് ആര്? ധർമ്മം. ധർമ്മം വന്ന്
സങ്കല്പത്തെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു അവസ്ഥയിലൂടെ നമുക്കൊക്കെ മനസ്സിലാകാൻ വേണ്ടി സിമ്പിളായിട്ട് പറഞ്ഞു തന്നിട്ടുള്ള ഒരു ഡെമോ ആണ് അതൊക്കെ.